വൈൽഡ് ബീസ്റ്റിൻ്റെ ഒരു മൈഗ്രേഷൻ എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ആ ഒരു റൂട്ടിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് ടാൻസാനിയയുടെ ആ ബോർഡറിലോട്ട് പോകുന്ന ആ ഒരു ഭാഗമാണ്. ഇവിടെയും കൂട്ടം കൂടി ഇഷ്ടം പോലെ വൈൽഡ് ബീസ്റ്റിനെ കാണാം. ഇത് 3-ാം ദിവസമാണ് നമ്മൾ ഇവിടെ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. 3 വണ്ടികൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. എല്ലാവരും രാവിലെ 5 മണിക്ക് ഇറങ്ങാൻ. ഇപ്പോൾ സമയം ഏതാണ്ട് 3 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ടാൻസാനിയൻ ബോർഡറിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിയൊക്കെ നമുക്ക് മസൈമാരെ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വൈൽഡ് ബീസ്റ്റിൻ്റെ ഈ മൂവ്മെൻറ്റ്. ഈ പോകുന്ന വഴി തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ആമ ഇങ്ങനെ നടന്നു വരുന്ന കണ്ടു. അതിൻ്റെ വായിനകത്ത് ഒരു പുല്ലൊക്കെ ഇരിപ്പുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേസ് ടു ഫേസ് ഒരു വലിയ ആമയെ കാണുന്നത്. ഇങ്ങനെ അടുത്ത് ആമയെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ അത് നോക്കുന്നതും ഇങ്ങനെ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഒരു കൗതുകം തോന്നിയപ്പോഴത്തേക്കും വീഡിയോ എടുത്തതാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഇതുപോലൊരു പുല്ലുള്ളൊക്കെ ഒരു ഓപ്പണായിട്ടൊരു പ്ലേസ് കണ്ടപ്പോഴത്തേക്കും അവിടെ വണ്ടി നിർത്തി എല്ലാവരും ഒന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ചെറിയ രീതിയിലൊരു സ്നാക്കൊക്കെ കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഇന്ന് പ്ലാൻ ചെയ്തിരുന്ന അടുത്ത ഡെസ്റ്റിനേഷനായ ഇൻ്റർനാഷണൽ ബോർഡറിലെത്തി. ടാൻസാനിയ കെനിയ ഇൻ്റർനാഷണൽ ബോർഡറാണ് ഈ കാണുന്നത്. എല്ലാം കാടാണ്. ആ കാടിൻ്റെ മധ്യത്തിൽ ഒരു ബോർഡറിൻ്റെ ഇടയ്ക്ക് സെക്യൂരിറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒന്നും ഇല്ല. ജസ്റ്റ് നമുക്ക് ഈ കാടുകളിൽ കൂടെ തന്നെ വേണമെന്നുണ്ട് ടാൻസാനിയൻ കാടിലോട്ട് പോകാം. പക്ഷേ നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അവരിങ്ങോട്ട് പോകാനും പാടില്ല എന്നുള്ളതാണ് നിയമം. ഇപ്പോൾ നിൽക്കുന്ന ടാൻസാനിയയുടെ കാട്ടിലാണ്. ടാൻസാനിയൻ കാടുകളാണ് നിൽക്കുന്നത്. ഇത് ബോർഡർ ലൈൻ. ഇത് ടാൻസാനിയ. നമ്മളിപ്പോൾ ടാൻസാനിയൻ ബോർഡറിനുള്ളിൽ കയറി നമ്മളിതുവരെ കറങ്ങി അടിച്ച് തിരിച്ചിപ്പോൾ നമ്മുടെ കെനിയൻ മസൈമാരയുടെ ഫോറസ്റ്റിലൂടെ ആയിരിക്കും തിരികെ പോവുക. ഇപ്പോൾ TZ എന്ന് കൊടുത്തിരിക്കുന്ന ടാൻസാനിയയുടെ ബോർഡറാണ്. ഉള്ളവരൊക്കെ നമ്മൾ ഈ ടാൻസാനിയൻ ബോർഡറിൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്.
ഓരോരുത്തരും സെപ്പറേറ്റ് ഫാമിലി ടാൻസാനിയൻ ബോർഡറിൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് യൂറോപ്യന്മാരും നമ്മളും കുറച്ച് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഒരു 6 വണ്ടി മാത്രമേ ഉള്ളൂ ഈ റൂട്ടിൽ കൂടെ വന്നിരിക്കുന്നത്. നമ്മൾ എവിടെ പോയാലും ഉഗാണ്ട ചെന്ന് കഴിഞ്ഞാൽ അവിടെയും കാണും, അല്ലെന്നുണ്ടെങ്കിൽ എവിടെ ചെന്നാൽ ഒരു മലയാളിയെ കാണുമെന്ന് പറഞ്ഞാൽ ഞാനിതുവരെ ഇങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മളൊരു മലയാളിയെ കണ്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു മലയാളിയാണോ എന്ന്. ഇദ്ദേഹം നെയ്റോബിയിലെ ഒരു ചെറിയ കടയൊക്കെ നടത്തി ഇങ്ങനെ പോവാ. എത്ര കൊല്ലമായി നെയ്റോബി? ഞാൻ 4 വർഷമായി. കൊല്ലം കാലം. കവീഷ് കുമാർ. ഇദ്ദേഹത്തിന് അവിടെ സലൂണാണ്. വേറെ മലയാളികളുണ്ടോ? ഇല്ല. ഒറ്റയ്ക്ക് വന്നാണോ? ഞാൻ ഒറ്റയ്ക്കാണോ ഇവിടെ നെയ്റോബി വന്ന് ചാടി? എന്നിട്ട് ഇവിടെ സെറ്റിലായി. സൂപ്പർ ആൾക്കാരവന്മാരല്ലേ? മലയാളം ഒത്തിരി ഉണ്ട്. നമ്മുടെ അമ്പലമൊക്കെ എവിടെ ഉണ്ട് അല്ലേ? ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. അടിപൊളി മലയാളികളുണ്ട്, മലയാളികളൊക്കെ ഉണ്ട്. ശരി, സൂപ്പർ. ഓക്കെ, തീർച്ചയായിട്ടും നെക്സ്റ്റ് India. We are from one place, from Kerala. Yeah. From Kerala? Kerala. You know him? You know? Yeah, we are friends. He having shop in, in Nairobi. I'm from Kenya. Kenya. Oh, sorry, not Tanzania. Sorry, Sophia. You are from Tanzania. Sorry, no, from I just visited the border of Tanzania right now. Yeah, very good. കവീഷ് കുമാർ. നമ്മൾ ഇനി നെയ്റോബി വരുമ്പോൾ കവീഷിനെ കാണും, നമുക്ക് കാണണം. ഓക്കെ. Now we have finished all that and we've moved to Tanzania. I'm about to cross the Tanzania border right now. Kenya. And back to Kenya. Tanzania? Kenya. It was a lot of fun. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാലം നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഇനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്തൂടെയൊക്കെയാണ് വൈൽഡ് ബീസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ഏരിയയിലല്ല, അങ്ങേ അറ്റത്ത് വേറൊരു ഏരിയ കൂടെ. ഒത്തിരി എണ്ണം ഇവിടെ ചത്ത് കിടപ്പുണ്ട്. ഇവിടെ ക്രോസിങ് നടക്കുന്നത് ഒത്തിരി എണ്ണം ഇവിടെ ചത്ത് കിടപ്പുണ്ട്. ഒത്തിരി എണ്ണം ഇവിടെ ചത്ത് കിടപ്പുണ്ട്. മസായ് മാര നാഷണൽ പാർക്ക്. നമ്മളിപ്പോൾ വന്ന ബ്രിഡ്ജ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അത്ര ഉദ്ഘാടനം നടന്ന്. ഒന്നും പറയണ്ട, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഉദ്ഘാടനത്തിന്. ഇതാണ് മാറാ റിവർ. ഈ ഒരു ബ്രിഡ്ജ് 1 മണിക്കാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആ ക്രോസിങ് കഴിഞ്ഞിട്ട് അവിടെ അവരെ പിടിച്ചിടുന്നതിൽ ആക്സിഡൻറ്റ് വീഴുന്നതായ വൈൽഡ് ബീസ്റ്റുകൾ ഇങ്ങനെ ഒഴുകി ഇവിടെയെല്ലാം വന്ന് കിടപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 5-6 വൈൽഡ് ബീസ്റ്റ് ചത്ത് പൊങ്ങി കിടപ്പുണ്ട്. ഇതുവഴി ആയിരിക്കണമെന്നില്ല ക്രോസിങ്. മോസ്റ്റ്ലി ക്രോസിങ് നമ്മൾ കണ്ട അവിടെ തന്നെയാണ്. അവിടെ ഈ പറഞ്ഞ ഒരു ക്രോക്കറ്റൈൽ പിടിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇവിടെയും തട്ടി പരസ്പരം ഇടിച്ചിട്ടൊക്കെ മരിക്കുന്ന ഒത്തിരി ആക്സിഡൻ്റൽ ഡെത്തും ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ജീവികളെല്ലാം ഇതുപോലെ ഇവിടെ കാണാം. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലോസപ്പിൽ കാണാം. അവിടെ ഒരു വൈൽഡ് ബീസ്റ്റാണ് ചത്ത് കിടക്കുന്നത് പുഴയിൽ. പിന്നെ ഇതിപ്പം വന്നിട്ട് ഈ ഒരു ബോർഡർ ലൈൻ ഇന്നാണ് ഉദ്ഘാടനം ചെയ്ത് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമ്മളാണ് ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഒരു ഗ്രൂപ്പ്. ഇതാണ് മസായിമാരയുടെ മറ്റൊരു ഭാഗം തന്നെയാണ് ഇതും. ഇവിടെയും ഈ പറഞ്ഞ മാതിരി സിംഹം അതുപോലെ മറ്റുള്ള ഡേഞ്ചറസ് ജീവികളെല്ലാം വിരഹിക്കുന്ന ഏരിയ തന്നെയാണ്. When you cross the Mara River Bridge, the new Mara River Bridge that we just did. This is kind of neat. It's a lot of fun. And we're about ഞാനിപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ക്രോക്കഡൈലിൻ്റെ ഫേസിൻ്റെ സ്കെലറ്റനാണ്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. ഇതിൻ്റെ ബാക്ക് വ്യൂ ആണിത്. ക്രോക്കഡൈലിൻ്റെ ഭയങ്കര ഹെവിയാണ്. ഭയങ്കര ഹെവിയാണ് സ്കെലറ്റന്. വാവ് മൈ ഗോഡ്, ഇറ്റ്സ് വെരി ഹെവി. ഇതും വാത്ത് ഹോക്ക് ആൻഡ് ഇതും വാത്ത് ഹോക്ക് തന്നെയാണ്. ഇതും അത് തന്നെ വാത്ത് ഹോക്കിൻ്റെ. ഭയങ്കര ഹെവി അല്ലേ? ഇവരെല്ലാം പറയുന്നത് വാട്ട് ഹോക്കിൻ്റെ തന്നെയാണെന്നാണ്. പക്ഷെ ഭയങ്കര ഹെവി.
എൻ്റെ പല്ലൊക്കെ ഉണ്ടോ? ഓ സംഭവം. കോമൺ സ്നേക്സ് ഓഫ് മസൈമാറ. ഇത് നമ്മുടെ ഇവിടെ കാണുന്ന പഫ് ആഡർ എന്ന് പറയുന്ന, അതുപോലെ ബ്ലാക്ക് നെറ്റ് കോബ്ര പോലത്തെ ഒരെണ്ണം, കോബ്ര തന്നെ, കോബ്ര, ബ്ലാക്ക് മാമ്പ, പിന്നെ അതുപോലെ തന്നെ സദേൺ ആഫ്രിക്കൻ പൈത്തൺ, അതുപോലെ ബൂം സ്ലാങ്, അതുപോലെ കോമൺ എഗ് ഈറ്റർ, അതുപോലെ വൈറ്റ് ലിപ്പ്, എല്ലാം മാരക വിഷമുള്ളത് തന്നെയാണ്. നോർത്തേൺ സ്ട്രൈപ്പ്, ബാറ്റേഴ്സ് ഫ്രൈ ഗ്രീൻ സ്നേക്ക്, സ്പോട്ടഡ് ബുഷ് സ്നേക്ക്, കുറേ സ്നേക്കുകൾ ഈ കാടുകളിലുണ്ട്. ഓ അപ്പം ഇതുവഴി ഉള്ളിൽ ഇറങ്ങുന്നതും നടക്കുന്നതൊക്കെ വളരെ ഡേഞ്ചറസ് തന്നെയാണ്. ഇതൊരു ഹിപ്പോയാണ്. ഹിപ്പോ, ഒരു കൊച്ചു ഹിപ്പോയുടെ ശവമാണ് പൊങ്ങി കിടക്കുന്നത്. Now he is sleeping. Yeah. Like that, how long he will sleep? Oh, in water. Ah, Maybe 10 minutes. 10 hours? Yeah. 10 hours. Yeah. Wow, great. That is hippo, right? That one? Yeah. Oh. That one. That's the all of the Hippo. No, This is not hippo. this the wild beast. This is also wild beast. Yeah. All of us are wild beast. Okay, this is for hippos. This is for hippos. ഇതവർ പറഞ്ഞത് ഹിപ്പോസിൻ്റെ ആണെന്നാണ്. ഹിപ്പോസിൻ്റെ ആണ് ഇത്. This is Impala. This is for impala. This for impala. This is for Hippo. also hippo. Also hippo. Okay, this for hippo and this for hippo. This is also for hippo. And Giraffe. giraffe? Yeah. This for giraffe. This is a warthog. Huh? Warthog. Warthog. Yeah. ഓ ഇതാണ് വാത്ത്ഹോഗിൻ്റെ ചെറുത്. Yeah. ഓ നമ്മൾ മുമ്പേ പറഞ്ഞതല്ല, ഇത് വാത്ത്ഹോഗിൻ്റെ ചെറുത് ഇതാണ്. ഓക്കെ ഓക്കെ, ഇത് ഹിപ്പോയുടെ Hippo. ഹിപ്പോയുടെ ആണ്. Yeah. ഓ ഹിപ്പോയുടെ കൊമ്പാണിത്. ഹിപ്പോയുടെ ഭയങ്കര ഹെവിയാണ്. Heavy. ഓ വെരി ഹെവി. ആ വാത്ത്ഹോഗിൻ്റെ ഇതാണ് ഇത് ഹിപ്പോയാണ്, ഹിപ്പോ. നമ്മൾ അവിടെ നിന്നൊക്കെ കണ്ട് തിരിച്ച് വരുന്ന വഴി പിന്നെയും വൈൽഡ് ബീസ്റ്റിൻ്റെ ഒരു കൂട്ടത്തെ നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഇതൊരു റിവർ ക്രോസിങ്ങിന് വേണ്ടി നിൽക്കുന്ന പോലെ തോന്നി. അങ്ങനെ നമ്മളിവിടെ നിന്നു. ഇവർ ഒരു 10,000 മേളിൽ കാണും. ഇവരങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടപ്പോൾ നമ്മളിവിടെ വന്ന് നിന്നു. നമ്മൾ മുമ്പേ കണ്ട റിവറിൻ്റെ കുറച്ചിങ്ങോട്ട് മാറി ഇതായിപ്പം അതിൻ്റെ ക്രോസിങ് പിന്നെ നടക്കുകയാണ്. ഇത് ടാൻസാനിയൻ ബോർഡറിൻ്റെ മറ്റൊരു ഭാഗത്തുള്ള ക്രോസിംഗ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നേരത്തെ നമ്മൾ കണ്ട അത്രയും കൂട്ടം ഇല്ലെങ്കിൽ കൂടി ഇതും നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇവരിങ്ങനെ നീന്തി അക്കരെ കടക്കുന്നത്.
അങ്ങനെ നമ്മൾ ഒന്നുകൂടെ ഇതുപോലെ ഒരു ചെറിയ മൈഗ്രേഷൻ കൂടെ നമുക്ക് കാണാനുള്ള അവസരം കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരികെ നമ്മളുടെ റിസോർട്ട് ലക്ഷ്യമാക്കിയിട്ട് നമ്മളിനി തിരികെ പോവുകയാണ്. ഇനി പോകുന്ന വഴി എന്തെങ്കിലും വിശേഷമുണ്ട് അതും കൂടെ നമുക്ക് കാണാം. ഒരു വൈൽഡ് ബീസ്റ്റിനെ ക്രോക്കഡൈൽ പിടിച്ചെന്നാണ് തോന്നുന്നത്. കാര്യം അതിനെ വലിച്ചുകൊണ്ട് ആ വെള്ളത്തിനടിയിലോട്ട് പോയി. ഇപ്പം നമുക്ക് കാണുന്നില്ല അതിൻ്റെ അർത്ഥം അത് ക്രോക്കഡൈൽ അതിൻ്റെ കാലേ വല്ലതും പിടിച്ച് കടിച്ച് താഴോട്ട് വലിച്ചുകൊണ്ട് പോയി കാണും. ഇവിടെ ക്രോക്കഡൈലുള്ള പ്ലേസാണ്. നമ്മളങ്ങനെ അതിവേഗം റിസോർട്ടിലോട്ടുള്ള യാത്രയിലാണ്. പോകുന്ന മധ്യേ തന്നെ നമ്മളിവിടെ ഒരു ചീറ്റയുടെ ഒരു ഫാമിലി ഉണ്ടെന്ന് ഉള്ള ഒരു മെസ്സേജ് കിട്ടിയിട്ട് ആ റൂട്ട് പിടിച്ചാണ് വന്നത്. ചീറ്റയുടെ 2-3 കുട്ടികളും ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ അവരുടെ അടുത്താണ് നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലെ തന്നെ വേറെ ഒരു പ്രൈഡാണിത്. എല്ലാവരും കണ്ട ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതാണോ അതാണോ നമ്മൾ നേരത്തെ കണ്ടതാണോ എന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷേ ഇത് പുതിയ ചീറ്റയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 5:30 മണിയായി. നേരം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഇരുട്ടും സൂര്യൻ അസ്തമിക്കാനുള്ള ഒരു സമയമായി വരുന്നു. അപ്പോൾ നമുക്കിപ്പം ഈ വെയിലിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും. ഷെയ്ഡൊക്കെ വന്നു തുടങ്ങി. പതുക്കെ നേരം അസ്തമിക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അധികം നമ്മളിവിടെ നിൽക്കില്ല. എത്രയും വേഗം ഇവിടുന്ന് നമ്മൾ പോകും. ലെപ്പേഡ് പിടിച്ചിട്ട് മരത്തെ കിടക്കുക. Jackson, little more forward, Jackson. We can't see. അവൻ തിന്നിട്ടിരിക്കുക. ഇവനെ വിൽഡർ ബീസ്റ്റാ. അതെ അല്ല, അത് ചോരയാ. അത് കടിച്ചു പറിച്ച് അല്ല. അതുപോലെ സീന അതെ. ഒരു ഹാഫ് ബോഡി തിന്നിട്ട് വളരെ കൂളായിട്ട് റിബ്സ് എല്ലാം മുഴുവൻ അവൻ കടിച്ച് തീർത്തിട്ട് അവൻ മേളിൽ ഇരിപ്പുണ്ട്.
കണ്ടോ അച്ഛാ കണ്ടോ എന്തിനെയോ കടിച്ചു ഒന്നവനെ മേളിൽ കൊണ്ട് വെച്ചിരിക്കുക അവിടെ നിന്ന് തിന്നുക. സൂപ്പർ. I find cut the bush there. നമ്മുടെ യാത്രാമധ്യേ നമ്മളങ്ങനെ ഇവിടെ ഒരു വൈൽഡ് ബീസ്റ്റിനെ അവർ വേട്ടയാടിയിട്ട് മരത്തിന് മേളിൽ കൊണ്ടിട്ടിരിക്കുന്ന ആ ഒരു നോർമൽ കാണാൻ പറ്റാത്ത ഒരു രംഗം കൂടെ കണ്ടു. നമ്മൾ ഇത് കണ്ട് കുറേ നേരം ഇവിടെ ഇങ്ങനെ നിന്നു. കാരണം വളരെ റെയറായിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു സംഭവം. തിരികെ വരുന്ന വഴി നമ്മൾ കുറേ ആനക്കൂട്ടങ്ങളെയൊക്കെ കണ്ടു. ഏതാണ്ട് ഇപ്പോൾ അസ്തമിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും അവരവരുടേതായ വീടുകൾ അണയുന്ന രംഗമാണ് നമ്മൾ മസൈമാരെ കാണുന്നത്. ആനയും കുടുംബവും എല്ലാം ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരുമിച്ച് അവരുടെ താവളത്തിലോട്ട് തിരികെ പോകുന്ന രംഗം. നമ്മളങ്ങനെ ഒരു മനോഹരമായ ഒരു അസ്തമനം കാണാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മൾ ഈ ആനക്കൂട്ടങ്ങളെ കണ്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്നു. കാര്യം ആനയെ എപ്പോൾ കണ്ടാലും നമുക്കൊരു അട്രാക്ഷനാണല്ലോ. അതുകൊണ്ട് ആനക്കൂട്ടങ്ങളെയൊക്കെ കണ്ടങ്ങനെ നിന്നു. അങ്ങനെ നമ്മുടെ സൺസെറ്റായി. അത്ര മനോഹരമായ സൺസെറ്റാണ്. സൂപ്പർ ലുക്കാണ്. ഇത് മിക്കവാറും നമ്മുടെ മസൈമാരിലെ ലാസ്റ്റ് സൺസെറ്റ്. നാളെ നമ്മളിവിടെ കാണത്തില്ലല്ലോ, നമ്മൾ വേറെ ഏതോ ലോകത്തല്ലേ. അപ്പം മനോഹരമാണ്. ഒരൊറ്റ മൃഗം പോലും ഇതിനകത്തില്ല. കണ്ടോ, നമ്മൾ സൺസെറ്റൊക്കെ നോക്കി അങ്ങനെ കുറേ നേരം നിന്ന് അത് എൻജോയ് ചെയ്ത് നമ്മളിനി തിരികെ നമ്മുടെ റിസോർട്ടിലോട്ട് മടങ്ങുകയാണ്. നമുക്കിനിയും അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ബൈ ബൈ.